ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഈ ചക്കക്കുരു നമ്മൾ ഇങ്ങനെ കീറി എടുക്കണമെങ്കിൽ കുറച്ച് അധ്വാനമുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മൾ കീറി കുഞ്ഞായിട്ട് അരിഞ്ഞ പോലെ എടുത്ത് തോരൻ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതാ ഇത് നോക്ക്. അപ്പോൾ നമുക്കിത് ഇതിലോട്ടിടാം. നമ്മൾ കഴുകി എടുത്ത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കണം. എന്നിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. ഒരു പച്ചമുളക്, തേങ്ങ, ജീരകം എല്ലാം കൂടെ ഒതുക്കിയെടുക്കാം. പച്ചമുളക്, ജീരകം, ഒരു വെളുത്തുള്ളി, ഇത്ര കുറച്ച് സാധനമുള്ളൂ കേട്ടോ ഇത്. അതുകൊണ്ട് ഒരു 2 വെളുത്തുള്ളി എടുത്താൽ മതി. 2 വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ 2 കുഞ്ഞ് ചോള വെളുത്തുള്ളി എടുത്താൽ മതി. 2 വെളുത്തുള്ളിയും ഒരു നുള്ളു ജീരകവും, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇത്ര സാധനം മിക്സിയിൽ നല്ലോണം ഒന്ന് കറക്കി എടുക്കുക. നല്ലോണം അരഞ്ഞു പോരുത്. തോരന് വയ്ക്കാനുള്ള പാകത്തിന് ചതച്ചെടുക്കുക. അത് കഴിഞ്ഞ് കടുക് വറുത്തിടുക. അരപ്പ് കടുക് വറുത്തിടണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. കടുക് ഇട്ട് കഴിഞ്ഞ് 2 കരിയാപ്പല, ഒരു 2 ചുമന്ന മുളക്, നമ്മൾ കടുകൊക്കെ വറുക്കുന്ന മുളകില്ലേ, പത്തൽ മുളക്, ചുമന്ന മുളക് എണ്ണയിലോട്ടിടുക കടുക് പൊട്ടുമ്പോൾ. അപ്പം അങ്ങനെ കടുക് വറുത്തിടുക. ഇനി നമ്മൾ ചതച്ച് വെച്ച സാധനം ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇത് വെന്ത ചക്കക്കുരു അതിലേക്കിട്ട് ഇളക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഹായ്. നമ്മൾ മുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 4 മുളകുണ്ട്. ഇത് മതി കേട്ടോ. വെളുത്തുള്ളി, ജീരകം, ഒരു നുള്ള്, ഒരുപാടായ ചൊവയാവും. പിന്നെ നമ്മൾ ഒരു കറിവേപ്പില ഇത്രയും ഫുള്ളും ഇടണ്ട, കുറച്ച് 2-3 എണ്ണം. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ചക്കക്കുരു കീറി തോരൻ വെക്കാറുണ്ട്, പണ്ട് അമ്മമാരൊക്കെ. ഇപ്പോൾ ഉള്ളവർക്കൊന്നും ഇങ്ങനെ കീറിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവരാരും അങ്ങനെ ഇങ്ങനെ പൊടിയായിട്ട് ചീവി എടുക്കാറില്ല. അത്ര പൊടിയാണ്, നൈസാണ്. അത് കാണുമ്പോൾ കണ്ടോ, ഇത്ര നൈസിലാണ് നമ്മളിത് അരിഞ്ഞേക്കുന്നത്. തീരെ പൊടിയായിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അരച്ചുകൊണ്ട് വരാം. അരക്കല്ല കേട്ടോ, ചതച്ചെടുക്കുകയാണ്. ഈ ചക്കക്കുരുവിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. പെട്ടെന്ന് വേവ് കേട്ടോ. ഇങ്ങനെ പൊടിയായി കീറിയോണ്ട് അത് മതി ഉപ്പ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളും പൊട്ടട്ടെ. അത് നമുക്കിത് അങ്ങോട്ട് എടുക്കാം. ഇതിടാം. ആഹാ. ഇനി നമുക്ക് അരച്ച് വെച്ച് അരപ്പിടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആയ പോലെ ആവണം. എന്നാലാണ് ആ വെന്ത ചക്കക്കുരു അതിലേക്ക് ഇടാനുള്ളത്. ഉണ്ടോ? ഇതാണ്. അങ്ങനെ ഇളക്കി ഒന്ന് റെഡിയാവണം. റെഡിയാകട്ടെ കേട്ടോ. അരപ്പിലോട്ട് നമുക്ക് ഒരു നുള്ളുപ്പിടാം. ഈ അരപ്പ് തേങ്ങയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളുപ്പ് ഇതിലേക്ക് ഇടുന്നത്. ചക്കക്കുരു വെന്ത് തുടങ്ങി. എന്താ ചക്കക്കുരു ഉണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. പെട്ടെന്ന് ഉടയുകയും ചെയ്യരുത്. ഒരു പാകത്തിന് വേവിൽ എടുക്കണം. ചക്കക്കുരു നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇടാം.
തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. തോരൻ, ചക്കക്കുരു തോരൻ ഇങ്ങനെ തന്നെ അരിയണം പൊടിയായിട്ട്. ഇവിടെ ഇങ്ങനെ തോരൻ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഹായ്.